നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. ധന്യാത്മകളെ, പുണ്യാത്മാക്കളെ, ആശ്രമത്തിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ മുൻപിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകാം. എന്തിനാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ പൊതുവെ ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം? സജ്ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വരുന്നത് തന്നെ സത്സംഗം നടത്താനും കേൾക്കാനുമാണ്. ഈ സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ? സത്തായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മുമ്പിലുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് സത്സംഗം. സംഘം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ. സത്ത് എന്ന് പറഞ്ഞാൽ അന്തിമ പരമാർത്ഥം. ഈ അന്തിമ പരമാർത്ഥം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു സങ്കല്പവും ബുദ്ധിയുടെ വിശേഷപ്പെട്ട ഒരു ആലോചനയുമാണ്. എന്താ ഈ സത്ത് എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ, ഭൂതത്തിലും വർത്തമാനത്തിലും ഭവിഷ്യത്തിലും ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കാതെ നിലകൊള്ളുന്നത് എന്തോ അത് മാത്രമേ സത്താകൂ. ഈ ഒരു അടിസ്ഥാന തത്വം വെച്ച് പരിഗണിക്കുമ്പോൾ നമ്മുടെ ശരീരമടക്കമുള്ള ഈ ലോകദൃശ്യങ്ങളുണ്ടല്ലോ, ദൃശ്യലോകം, അതിലൊന്നും തന്നെ മാറ്റമില്ലാത്തതില്ല. അപ്പോൾ എല്ലാം തന്നെ അസത്താണ്. അപ്പം നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങളുടെ ഗൃഹജീവിതം അസത്താണ്, ലോകജീവിതം അസത്താണ്. ആ ഗൃഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ജീവിത ഭാഗമായി എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം അസത്തോടു കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റവും സമ്പർക്കവുമാണ്. അത് മതിയാവുമോ? മനുഷ്യന് മതിയാവില്ല. എന്താ കാരണം? നമ്മളും മനുഷ്യേതര ജീവികളും തമ്മിലുള്ള വ്യത്യാസം എവിടം കൊണ്ടാണ്? ശരീരം കൊണ്ടല്ല. നമ്മളെപ്പോലെ ഒരു ശരീരം അവയ്ക്ക് എല്ലാറ്റിനുമുണ്ട്, ഇന്ദ്രിയങ്ങളുമുണ്ട്. ഇന്ദ്രിയങ്ങൾക്കുള്ള ബലവും കാഴ്ചയുമൊക്കെ മൃഗങ്ങളിൽ പലതിനുമാണ് കൂടുതൽ. നമ്മുടെ കണ്ണിനേക്കാൾ ശക്തമായ കണ്ണുകളുണ്ട്, മൂക്കിനേക്കാൾ ശക്തമായ മൂക്കുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കുള്ള മേന്മ എവിടെയാ എന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയുമാണ് നമുക്ക് മേന്മ. ചിന്തിക്കാനുള്ള ശക്തി, ഉണരാനുള്ള ശക്തി, ആശയം രൂപീകരിക്കുക, അത് വിനിമയം ചെയ്യാനുള്ള സംസാരശേഷിയും, ഇതാണ് മനുഷ്യന് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ തിന്ന് ഉറങ്ങി അല്പം വംശവൃദ്ധിയും നടത്തിക്കൊണ്ടിരുന്നാൽ മതിയാവുമോ എന്ന് ചോദിച്ചാൽ മതിയാവില്ല. ഇതാരാ പറയണത്? ആലോചിക്കുന്ന ബുദ്ധി നമ്മളോട് പറയുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ബുദ്ധി കയ്യിൽ വെച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ ഈ അസത്തായിട്ടുള്ള ഒരു ലോകത്തിൽ അസത് വസ്തുക്കളെ പിന്തുടർന്ന് ജീവിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ ഇന്നല്ലെങ്കിൽ നാളെ ആർക്കായാലും വന്നേ തീരൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിശേഷം, ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഈ ചിന്ത ഉൾക്കൊണ്ട് അതിനെ പിന്തുടർന്ന് അതിൻ്റെ പിന്നാലെ പലരും ഇവിടെ പോയിട്ടുണ്ട്. ഭർതൃഹരി എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ടായിരുന്നു, സമർത്ഥനാണ്. അപ്പോൾ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ പ്രജകളുടെ എല്ലാം മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയണം. ഇവിടെ ചിന്തിച്ച അടുത്ത നിമിഷം രാജാവ് അറിയണം. അതാണ് സമർത്ഥമായ ഭരണം. അങ്ങനെയുള്ള രാജാവ് അദ്ദേഹത്തിൻ്റെ രാജപത്നി ഉണ്ടല്ലോ, രാജ്ഞിയുടെ മനസ്സിലൊരു കളങ്കം കണ്ടെത്തി. ഒരക്ഷരം പറയാൻ പോയില്ല. അത് സംഗതി എന്താണെന്ന് വെച്ചാൽ, അകാലത്ത് ഒരു ബ്രാഹ്മണൻ രാജാവിനെ ദർശിക്കാൻ വന്നു. അദ്ദേഹം ഒരു നല്ല മാമ്പഴം, മഞ്ഞ നിറത്തിലുള്ള മാമ്പഴം കൊണ്ട് കൊടുത്തു. ഒരൊറ്റ മാമ്പഴമേ ഉള്ളൂ, ഒരു കൊട്ടയൊന്നുമില്ല. അത് അകാലത്തിലാണ് ആ മാമ്പഴം വന്നത്. അദ്ദേഹം വന്നു, കുറച്ച് സംസാരിച്ചു, മടങ്ങിപ്പോയി. അപ്പോൾ ഭർതൃഹരി ബുദ്ധിശാലിയാണ്, രാജബുദ്ധിയാണല്ലോ. അപ്പോൾ ഒരു ബ്രാഹ്മണനാണ് തന്നിരിക്കുന്നത്. തന്നത് ഒരൊറ്റ മാമ്പഴ. അപ്പോൾ അത് വളരെ അപൂർവവും വിശേഷപ്പെട്ടതാണെന്ന് പറഞ്ഞ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പത്നിക്ക്, രാജ്ഞിക്ക് കൊടുത്തു. അത് കൊടുത്തു. ഒരു പക്ഷേ രാജാവ് അത് മറന്നു കാണും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായി. വൈകുന്നേരം നോക്കുമ്പോൾ കാണുന്നു
അവിടെ കുതിരപ്പന്തയത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു തലയിൽ ഒരു കൊട്ട ചാണം ഇങ്ങനെ കൂമ്പാരം പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു സാധനം മഞ്ഞ നിറത്തിൽ. അത് രാജാവ് ഭ്രാന്തയിൽ നിന്ന് കണ്ടപ്പോൾ തോന്നി, ഇതെന്താ അത്? ഇത് ഞാൻ കൊടുത്ത മാമ്പഴല്ലേ അത് ബ്രാഹ്മണൻ തന്നത്? അത് ഞാൻ രാജ്ഞിക്കാണ് കൊടുത്തത്. ആ മാമ്പഴം എങ്ങനെയാണ് കുതിരക്കാരിയുടെ അവിടെ എത്തിച്ചേർന്നത്? അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കുതിരക്കാരൻ തന്നതാണ്. കുതിരക്കാരനെ വിളിച്ച് തോന്നിയപ്പോൾ എനിക്ക് രാജ്ഞി തന്നതാന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാൻ ഇനിയൊന്നും പറയണ്ടല്ലോ. രാജാവിന് പ്രിയപ്പെട്ടത് പത്നിക്ക് കൊടുത്തു, പത്നി കുതിരക്കാരന് കൊടുത്തു, കുതിരക്കാരൻ അത് ചാണം വാരി കൊണ്ടുവന്ന് പെണ്ണിനും കൊടുത്തു. ഇതാണ് രാജകോലത്ത് നടന്ന സംഭവം. ഇതൊരു രാജകോലമാവുന്നത് എങ്ങനെയാണ്? എൻ്റെ പത്നിയുടെ മനസ്സിലുള്ള പ്രവർത്തനവും കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഉടനെ അദ്ദേഹം സിംഹാസനം വിട്ടു. ഒരക്ഷരം മിണ്ടിയില്ല ആ പത്നിയോടോ ബാക്കിയുള്ളവരോട്. എന്തിനാ ഞാനിത് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ, ഇതാണ് ലോകജീവിതം. ഒരു രാജാവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സിംഹാസനത്തിൽ ഇരുന്നാലും മറ്റും ഒന്നും ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു? സിംഹാസനം വിട്ടു പോയി തപസ് ചെയ്തുകൊണ്ട് കാട്ടിൽ കൂടി. ഇങ്ങനെ കാട്ടിൽ തപസ്സും ഏകാന്തതയുമായി ചെലവ് ചെയ്യുന്ന കുറേ ആൾക്കാർ ആദ്യമേ മുതൽക്ക് നമ്മുടെ രാജ്യത്തിലുണ്ടായിരുന്നു. അതാണ് ഈ ഭാരതത്തിൻ്റെ മഹിമ. അതാണ് ഈ ഭാരതത്തിൻ്റെ മഹിമ. ഏകാന്തതയിൽ ചെന്ന് കൂലങ്കഷമായി ചികഞ്ഞ് പരിശോധിച്ച് സത്ത് എന്ന് പറയുന്ന ഒരു പൊരുളിനെ പുറത്തെടുക്കാൻ അവർക്ക് സാധിച്ചു. അതെവിടെയാ? അത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരീരം എന്ന് പറയുന്ന ആ ദ്രവ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ, ശരീരം വിട്ട് ശരീരമല്ലാത്ത ഒരു അഭൗമമായ ഒരു മേഖലയുണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ. അവിടെയാണ് ഈ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സത്യം പ്രകാശിക്കുന്നത്. എപ്പോൾ നോക്കിയാലും ഈ ഞാനില്ലാതെ ഒന്നുമില്ല, എൻ്റെ ആയിട്ട് അല്ലാണ്ട്. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ അഹങ്കാരം, എൻ്റെ ലോകം, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ഡ്രസ്സ്, എൻ്റെ കുടുംബം ഒക്കെ എൻ്റെയാണ്, ഞാനല്ല. ഞാൻ എന്ന് പറയുന്നതാണ് ഈ ഉള്ളിൽ കിടക്കുന്ന സത്യം. അതിനെ കുട്ടിക്കാലത്ത് നമ്മൾ പറയാൻ തുടങ്ങിയതാണ്. ഇന്നേ വരെ അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഈ ഞാൻ മാറ്റമില്ലാത്തൊരു സത്യമാണ് എന്നവർ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ഉള്ളിൽ സദാ പ്രകാശിക്കുന്ന അഹം പ്രത്യ ഗോചരമായിരിക്കുന്ന പരമാത്മാവാണ് എന്ന് അവർക്ക് തോന്നി. അങ്ങനെയാണ് അവർ നെയ്യ് കോരി അഗ്നിയിൽ ഹോമിക്കുന്ന അഗ്നികർമ്മങ്ങളും കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ ഉരുവിടുന്ന വേദങ്ങളും മന്ത്രങ്ങളും എല്ലാം വിട്ട് കണ്ണടച്ച് ഉള്ളിലിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ഉള്ളിലിരുന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് സത്യം മനസ്സിലാവാൻ പറ്റിയ തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അവർ നടത്തിയത്. ഏനേഷിതം പതതി പ്രേഷിതം മനഃ ഏന പ്രാണപ്രഥമ പ്രൈതിയുക്ത ഏനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. ഒരു ചോദ്യമാണ്. നമ്മൾ പുറത്ത് നോക്കിയിട്ട് പലതും ചോദിക്കുന്നുണ്ടല്ലോ. ആരാണ് മഴയുടെ പിന്നിൽ, കാറ്റിൻ്റെ പിന്നിൽ, മേഘത്തിൻ്റെ പിന്നിൽ, ഭൂമിയുടെ പിന്നിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അതവിടെ ഇരിക്കട്ടെ. നാം ഈ ചോദിക്കുന്ന ലോകം എപ്പോഴാണ് ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറേ ഉള്ളൂ. അതിൻ്റെ പകുതി സമയം കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതേവരെ കണ്ടുകൊണ്ടിരുന്ന ലോകം പൂജ്യം കൊണ്ട് പരിക്കിയതുപോലെ ഇല്ലാതെയായി തീരുന്നു. അപ്പം എല്ലാറ്റിനെയും ഇല്ലാതെയാക്കുന്നത് ലോകത്തെ കാണുന്നവനാണ്, ശരീരമല്ല മറയ്ക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിൽ നിന്ന് അന്വേഷിച്ച് നോക്കുക, എങ്ങനെയാണ് മനസ്സ് ചിന്തിക്കുന്നത്, ലോകവസ്തുക്കളിൽ ചെന്നിറങ്ങുന്നത്. കണ്ണിന് കാണാനുള്ള ശക്തി ആര് കൊടുക്കുന്നു? എന്ത് പ്രേരിപ്പിച്ചിട്ടാണ് ചെവി കേൾക്കുന്നത്? ഇങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവർക്ക് മറുപടി കിട്ടി. കണ്ണിന് കാണാൻ പറ്റാത്തതും കണ്ണിനെ പ്രേരിപ്പിക്കുന്നതും, ചെവിക്ക് കേൾക്കാൻ പറ്റാത്തതും ചെവിയെ കേൾപ്പിക്കുന്നതും, മനസ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്തതും മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതുമായ ആ ഉൾപ്രകാശമെന്തോ അതാണ് സത്യം. നേദം യതിതമുപാസതേ. ഇവിടെ ജനങ്ങളെല്ലാവരും ചിത്രമോ ബിംബമോ ഒക്കെ വെച്ച് പൂജിക്കുന്നുണ്ടല്ലോ. ആ പൂജിക്കപ്പെടുന്നതല്ല പരമാർത്ഥ സത്യം, ഉള്ളിലുള്ളതാണെന്ന് അവർക്ക് തോന്നി.
അതെങ്ങനെയാണ് തോന്നിയത്? വീട്ടിലിരുന്നാൽ തോന്നിയിട്ടുണ്ടാവില്ല. വീട്ടിലിരുന്നാൽ കുടുംബാംഗങ്ങളോട് വർത്തമാനം പറയാൻ അത് പറ്റുള്ളൂ. എന്നിട്ട് ഏതെങ്കിലും ഒരു കുടുംബം തൃപ്താണോ? അല്ല അല്ല. നമ്മുടെ ഡൽഹിയിൽ പലരും വരാറുണ്ട്. അവിടെ കേരളത്തിലെ ഒരു സ്ത്രീയുണ്ട്. അവർ വളരെ നല്ല ശ്രദ്ധയോടു കൂടി വരും. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കുറേ ദിവസമായി വരുന്നു, എന്നാ ഭർത്താവ് വരാത്തെ? അദ്ദേഹത്തിന് ഇതിലൊരു താല്പര്യമില്ല. അപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ നിങ്ങൾ സ്നേഹകല്യാണമാണെന്ന്? അതൊക്കെ ശരി സ്വാമിജി, അത് അപ്പോഴല്ലേ. അത് അപ്പോഴല്ലേന്ന്. അപ്പോൾ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഭർത്താവും അതേ കാര്യത്തിന് പോയാൽ അവരെ ഭാര്യാഭർത്തൃ ബന്ധം കുറച്ചും കൂടിയും നന്നായിരിക്കില്ലേ? ആ വഴിയല്ല അവർ ചിന്തിക്കണത്. എന്താ ചെയ്യുക? ഒക്കെ മരമണ്ടന്മാരാ. ബുദ്ധി എന്ന് പറയണത് ആർക്കുമില്ല. എങ്ങനെയായാൽ ദാമ്പത്യം വിശിഷ്ടമായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ഭാര്യ നല്ല കാര്യത്തിന് പോകുമ്പോൾ അതിന് പോവുക. അപ്പോൾ ഭാര്യയ്ക്ക് കൂടുതലും ഇഷ്ടമാവുമല്ലോ. ഭർത്താവാണ് നല്ല കാര്യത്തിന് പോകണമെന്ന് വെച്ചാൽ കൂടെ ഭാര്യയും പോവുക. എന്നെ കൊണ്ടുപോകാതെ പോരുതെന്ന് പറയണം. അതാണ് നല്ല ഭാര്യയുടെ ലക്ഷണം. അതൊന്നും ചെയ്യാണ്ട് ഈ വികൃതങ്ങൾ ചെയ്തിട്ട് കുടുംബമൊക്കെ ഛിദ്രമായിട്ട് അവസാനിക്കുക. ഇതാണ് സർവ്വദിക്കിലും മിക്കവാറും സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഒന്നും നിങ്ങൾക്ക് ഈ സത്തിനെ പിടികിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ പിന്നെ പിടികിട്ടണമെങ്കിൽ ഈ കുടുംബജീവിതമല്ലാതെ ഒരു ജീവിതം നയിച്ച് കാട്ടിലോ ആശ്രമങ്ങളിലോ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് അതിൻ്റെ എന്തെങ്കിലും ഒരു പിടിപാട് കിട്ടുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ സത്യാന്വേഷികൾ ആശ്രമത്തിലേക്കും സന്യാസത്തിലേക്കും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറയാം, ഞാൻ റിട്ടയർ ചെയ്യായി, അപ്പോൾ എനിക്ക് ആശ്രമത്തിൽ വരണമെന്നുണ്ട്. ഞാൻ ആശ്രമത്തിൽ വന്നാൽ എന്താ ചെയ്യുക? ആവോ, എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട. ഇവിടെ പർവ്വതം എടുത്ത് മറിക്കൊന്നും വേണ്ട. ഇവിടെ വരിക, ഇരിക്കുക, ശാസ്ത്രങ്ങൾ വായിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പരിപൂർണമായിട്ടുള്ള സമയം ഭഗവത്ഗീത പഠിച്ചൂടെ? ഉപനിഷത്തുകൾ വായിച്ചൂടെ? അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. മനസ്സിനെ പകർത്തി 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 എഴുതുക. ഒരു ഡയറിയൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ വലിയ എഴുത്തുകാരനാവും. എന്നെല്ലാം സംഭവിക്കുമോ എന്നറിയില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴുന്നുണ്ടല്ലോ, കുറേ പെറുക്കിയെടുത്തൂടെ? എന്തെങ്കിലും ചെയ്യണം എന്നല്ലേ ഉള്ളൂ. അപ്പോഴും 6 മാസത്തേക്ക് ആദ്യം വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 6 മാസത്തേക്ക് ധാരാളം കയ്യിൽ സൗകര്യങ്ങളുള്ളപ്പോൾ പിന്നെ എന്താവശ്യത്തിനാണ് ഈ പോണത്? ആ ജോലി വേറൊരാൾക്ക് കിട്ടട്ടേപ്പാ, നമ്മൾ തന്നെ പോയിരിക്കണം അവിടെ. അപ്പോൾ ശരിയായ ഒരു ആലോചന പലരിലും ഞാൻ കാണുന്നില്ല. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോകുന്ന കാലത്ത് അദ്ദേഹം ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആളാണ്. ശീർഷാസനത്തിലാണ് മിക്ക സമയവും. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ചെയ്യാനായിട്ട് ഒരു ജോലി ഉണ്ടായിരുന്നില്ല. എല്ലാം കൂടി ഞാൻ കണ്ടുപിടിച്ചത് ഒരു ഹാൻഡ് പമ്പ് എടുത്തിട്ട് കുറേ പമ്പ് ചെയ്തിട്ട് അവിടെ പാത്രങ്ങളിൽ 2-3 എണ്ണം നിറച്ച് വയ്ക്കും. ഈ ഒരു ജോലി ഒരു ജോലിയും എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയ ജോലി ഉണ്ടായിരുന്നില്ല. അതും പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാതെ ഇരുന്നില്ല. അവിടെ ചെല്ലും, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കും, എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കും, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെത്താനെ നമ്മുടെ മനസ്സിൻ്റെ പരിവർത്തനം വരും. തന്നെത്താനെ. അങ്ങനെയാണ് ഈ സത്കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സന്ദർഭം. എല്ലാവരോടും ഞാൻ നല്ല നല്ല കാര്യങ്ങൾ സത്യം വളരെ റിസർച്ച് ചെയ്ത് പറഞ്ഞ് മനസ്സിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ആരും ആ പറഞ്ഞത് ചെയ്യില്ല. എന്താ വിഷമം? ഈ വിഷമം തീരാൻ ഇന്നത് ചെയ്യൂ എന്തെങ്കിലും ഒന്ന് ഞാൻ പറയും, അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അത് എത്ര ലക്ഷക്കണക്കിന് പറയണമെന്ന് പറയും. എന്താ അവർക്ക് പറയാൻ വിരോധം? ചുമ്മാ പറഞ്ഞോട്ടെ. ഇപ്പം കാക്ക 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 അതാ പറയണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അപ്പം വെറുതെ പറയല്ലേ വേണ്ടൂ. പക്ഷേ അതിലൊരു വിശ്വാസമോ വേണമെന്നൊരു തോന്നലോ ഇല്ല. ഞാൻ ഈ പറയുന്നത് എന്തിനാ? നിങ്ങളുടെ മനസ്സ് തുടർച്ചയായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിച്ചാൽ മനസ്സിൻ്റെ ശക്തി ഇങ്ങനെ വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് മനസ്സിനുള്ള സ്വാധീനം വർദ്ധിക്കും. ആ നിയന്ത്രിതമായിരിക്കുന്ന മനസ്സ് സ്വനിയന്ത്രിതമായിത്തീരും. ഇപ്പം ഞാനൊരു കാര്യം പറയാൻ വന്നു, മണിക്കൂറുകൾ പറയൂ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നിങ്ങൾ പറയാൻ സാധിച്ചാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അധീനായി എന്നല്ലേ അർത്ഥം? അത് വയ്യ, ഇന്നെന്ത് വയ്യ, എന്താ വയ്യ? എടോ 2 മിനിറ്റ് വിട്ടോളൂ, എന്നിട്ട് ആദ്യമേ പറയൂ. ഞാൻ പറയാം. എന്താ അപ്പം ഇതിന് വിഷമം? അപ്പോൾ പറഞ്ഞതൊന്നും ചെയ്യാതെ
അമ്മാമ്മ എന്നെ തല്ലണ്ട, ഞാൻ നേരെയാവില്ല എന്ന് പറയുന്ന കൂട്ടരാണ് മിക്കവരും. അമ്മാമ്മ എന്നെ തല്ലണ്ട, ഞാൻ നേരെയാവില്ല എന്ന് ഞാൻ ചെറുപ്പകാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഞങ്ങളോട് നല്ല കാര്യങ്ങളൊന്നും പറയണ്ടെന്ന്. എന്താ അത്ര ബുദ്ധിമുട്ട്? നമ്മൾ രത്നാകരൻ എന്ത് ചെയ്തു? പാവം, ഒന്നും അറിയില്ല, ഭരമണ്ഡൻ നമ്പർ 1 ശിരോമണിയാണ്, മണ്ഡ ശിരോമണി. അപ്പോൾ ആ ആളോട് സപ്തർഷിമാർ എന്താ പറഞ്ഞത്? ഇതാ നോക്കൂ, രാമ 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 ഇത് പറഞ്ഞാൽ മതി. നല്ല ഉറക്കെ പറയാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണാവില്ലേ, ശബ്ദം കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു, ചുണ്ട് മാത്രം അനങ്ങി. അത് കഴിഞ്ഞ് ചുണ്ടനൊക്കെ നിന്നു, മനസ്സിലായി ജപം. അതിന് സ്പീഡ് കുറഞ്ഞു, സ്പീഡ് കുറഞ്ഞു, സ്പീഡ് കുറഞ്ഞു, ആഴം കൂടി, ആഴം കൂടി, ആഴം കൂടി, കനം കുറഞ്ഞു, കനം കുറഞ്ഞു. അങ്ങനെ മെല്ലെയായി 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 ടപ്പ് എന്ന് മനസ്സാ നിന്നു. ശരീരം എങ്ങനെ നിശ്ചലമോ അതുപോലെ രത്നാകരൻ്റെ മനസ്സ് നിശ്ചലമായി. ഉറുമ്പുകളരിച്ച് കൂട് കെട്ടി പുറ്റുണ്ടാക്കി. പിന്നെ പുറ്റുന്ന് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ചെറിയ ചെറിയ ചെടികളൊക്കെ വലിയ പടുകൂറ്റൻ വൃക്ഷങ്ങളായതാണ് കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇത്രയധികം കൊല്ലങ്ങൾ ഉള്ളിൽപ്പെട്ടിരുന്നു എന്ന്. പുറത്ത് വന്നപ്പോഴോ അദ്ദേഹം ഒരു തപോധനനും ഒരു മഹർഷിയും ഇന്ത്യയുടെ ആദ്യ കവിയുമായി തീർന്നു. അദ്ദേഹം എഴുതിയ രാമായണം മാത്രമേ നമുക്ക് ഇക്ഷ്വാകു വംശത്തിൻ്റെ കൊള്ളാവുന്ന ഒരു ചരിത്രമായി നമ്മുടെ കയ്യിലുള്ളൂ. ചരിത്രകാരന്മാർ എഴുതി വച്ചതൊന്നുമില്ല. അദ്ദേഹം എഴുതിയത് കൊണ്ടാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു തപസ്വിയുടെ തൂലികയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അതിന് ദൃഷ്ടാന്ത മറുപടി വാൽമീകി മഹർഷിയുടെ തൂലിക. അദ്ദേഹം താമസിച്ചത് എവിടെയാണെന്നറിയില്ല, തൂലിക കണ്ടിട്ടില്ല, എഴുതിയ ഗ്രന്ഥവും നമ്മൾ കണ്ടിട്ടില്ല. താളിയോലയിൽ എഴുതിയിട്ട് ഞരമ്പ് മുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാമായണം, ആ എഴുതിയ രൂപത്തിലുള്ള രാമായണം ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല പുറത്തുകൂടിയും പബ്ലിഷ് ചെയ്ത് ദശലക്ഷക്കണക്കിന് കോപ്പീസ് അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാവ്യം അദ്ദേഹത്തിന് എങ്ങനെ രചിക്കാൻ സാധിച്ചു? അതാണ് മഹർഷിമാരുടെ തൂലികയുടെ വിശേഷം. ബാക്കി ഒരാൾക്കും അത് സാധിക്കില്ല. അദ്ദേഹം എഴുതിയത് രാമൻ്റെ ജീവചരിത്രം മാത്രമാണ്. രാജകുമാരനായ രാമനും രാജാവായ രാമനും രാജകുമാരനും രാജാവുമായ രാമൻ്റെ കഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കാലത്ത് അയോധ്യയിൽ സുപ്രീം കോടതി തീരുമാനിച്ചൊരു ഓർഡർ പ്രൈം മിനിസ്റ്ററിനും ക്യാബിനറ്റിനും കൊടുത്തു. എന്തിന്? അയോധ്യയിൽ നിങ്ങൾ ശ്രീരാമചന്ദ്രന് തക്കതായ ഒരു സ്മാരകം നിങ്ങൾ പണിയണമെന്ന് അവനൊരു കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്ത് അവർ മൂലം അയോധ്യ പണിതുകൊണ്ടിരിക്കുകയപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞു. എപ്പോൾ നടന്ന സംഭവം? അത് ത്രേതായുഗത്തിൽ. ആ സംഭവത്തിന് ഇന്നൊരു സ്മരണിക, ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇൻ ദ വേൾഡ് വിത്ത് ദ മാക്സിമം പോപ്പുലേഷൻ ഓഫ് എ കൺട്രി, ലാർജസ്റ്റ് ഡെമോക്രസി, അവിടെ സുപ്രീം കോർട്ട് ഒരു ഓർഡർ കൊടുത്ത് രാമായണം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി രാമന് സ്മരണിക കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയൂ, ഈ രാമൻ ചരിത്രവസ്തുതയോ അതോ കാൽപ്പനികമോ എന്ന്? ചരിത്രത്തെ ഉണ്ടാക്കുന്നതാണ് രാമായണം, വെറും ചരിത്രം മാത്രമല്ല. ആ രാമായണത്തിന് ചരിത്രം രചിക്കാൻ ഇന്നും സാധിക്കുന്നുണ്ട്. ഇന്നും രാമന്മാരാവാൻ കൊതിക്കുന്ന എത്രയോ ജനങ്ങൾ ഭാരതത്തിലുണ്ട്. പുറമേയും കാണും കുറച്ച്. ശ്രീരാമചന്ദ്രനെ പോലെ ആവണം. നമ്മുടെ മോട്ടോ എന്താ? രാമനെപ്പോലെ ആകൂ, രാമൻ ചെയ്തതൊക്കെ ചെയ്യൂ, കൃഷ്ണൻ പറഞ്ഞത് കേട്ട് അതുപോലെ പ്രവർത്തിക്കൂ എന്നാണ് നമ്മുടെ മോട്ടോ, നമ്മുടെ മുദ്രാവാക്യം. അത്ര വിശേഷപ്പെട്ടതാണ്. ഈ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും എല്ലാം രചിച്ച ഒരു സംസ്കാരം, സ്വാധീനമുണ്ടല്ലോ, അത് വളരെ വിശേഷപ്പെട്ടതാണ്. നിങ്ങൾക്ക് ആർക്കും വാസ്തവത്തിൽ അതിനെപ്പറ്റി അറിയില്ല. ആരും പഠിപ്പിക്കുന്നില്ലല്ലോ. രാമായണം എവിടെയൊക്കെ എത്തി? മുക്കിലും മൂലയിലും വനവാസി കേന്ദ്രത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ഈ മുക്കിലും മൂലയിലും ഈ രാമായണ കഥകളും മഹാഭാരത കഥകളും എത്തിച്ചത് എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ടോ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇത്രയും മോഡേൺ ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും നമ്മുടെ വിദ്യാഭ്യാസം എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ടില്ല. അവരെങ്ങനെയാണ് അത് കൊണ്ടെത്തിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാൾ വായിച്ചു, നന്നായിരുന്നു എന്ന് തോന്നി, പഠിച്ചു, കൂടുതൽ ഗൗരവത്തോടു കൂടി പഠിച്ചു, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു.
അതിലൊരാൾ പറഞ്ഞു കൊടുക്കാൻ പുറപ്പെട്ടു. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ഇത് വ്യാപിച്ച് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിൽപ്പെട്ട് അത് പഠിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇങ്ങനെ ആവാൻ തോന്നിയതും അതുപോലെ തന്നെയാണ്. അത് വളരെ വിശേഷപ്പെട്ടതാണ്. നമ്മൾക്കിപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞു എന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല, പക്ഷേ ഒരു നിശ്ചലത്വം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ യുദ്ധത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഇവിടെ നടന്ന യുദ്ധം ശ്രീരാമൻ വിദേശത്ത് ലങ്കയിൽ ചെന്ന് ചെയ്ത യുദ്ധമാണ്. സീതയെ അപഹരിച്ചുകൊണ്ട് പോയത് രാവണനാണ്. ലങ്കയിലാണ് സൂക്ഷിച്ചിരിക്കണതെന്ന് പറഞ്ഞപ്പോൾ ആ സീതയെ സൂക്ഷിച്ചവനെ പോയി ശിക്ഷിക്കണം, സീതയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു പോയതാണ്. ശ്രീരാമൻ അത് മാത്രമേ ചെയ്തുള്ളൂ. അവിടെ ചെന്ന് രാവണവധം കഴിഞ്ഞ് അവിടെ നിന്ന് സ്വർണ്ണലങ്കയാണല്ലോ, 1 കിലോ സ്വർണം കൊണ്ടുവരാമെന്ന് ശ്രീരാമൻ്റെ മനസ്സിൽ തോന്നിയില്ല. വിഭീഷണ സിംഹാസനത്തിലിരുത്തി അങ്ങനെ കുബേരൻ്റെ വിമാനത്തിൽ, അതിപ്പോൾ അവരുടെ അധീനത്തിലായല്ലോ, കുബേരൻ്റെ വിമാനത്തിൽ വന്നിറങ്ങി മടക്കി പറഞ്ഞയച്ചു. ഒരു സാധനവും കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് കൂട്ടരെ ഇന്ത്യയുടെ മഹത്വം. ഇതാണ് നമ്മൾക്ക് ദുരയില്ല, അത്യാഗ്രഹമില്ല, അന്യൻ്റെ മുതൽ അപഹരിക്കണം എന്നുള്ള വിചാരമില്ല. ഈ പോളിസിയാണ് ഇക്കണ്ട കാലം കഴിഞ്ഞിട്ടും നമ്മുടെ ഗവൺമെൻറ് അനുവർത്തിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരുന്നു ഈ ടെററിസം എന്ന് പറയുന്നത് ആതങ്കവാദിത്വം, ഭീകരവാദം നിർത്തണം എന്ന് പറഞ്ഞാൽ കേൾക്കാതെ നമ്മുടെ യാത്രികരെ വധിച്ചു 26 പേരെ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇതിന് തക്ക മറുപടി ഞങ്ങൾ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രതീക്ഷിക്കാൻ പറ്റാത്തത്ര വലിപ്പമുള്ളതായിരിക്കും ആ മറുപടി എന്ന് പ്രധാനമന്ത്രി തന്നെ പറയണ്ടായി. 11 ദിവസം എടുത്തു. എന്നിട്ട് ഒരേ സമയത്ത് 9 ഭീകര കേന്ദ്രങ്ങളിൽ ഒരേമാതിരി മിസൈൽസ് അയച്ച് ആക്രമിച്ചു. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ കണ്ണങ്ങോട്ട് തുറന്നു. ഇന്ത്യക്ക് ദശലക്ഷക്കണക്കിന് കരസേനയുണ്ട്, അവർ കരയിൽ യുദ്ധം ചെയ്യും എന്ന് മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെ അല്ലാത്തൊരു യുദ്ധം ചെയ്യാനുള്ള സാമർഥ്യവും കഴിവും പടക്കോപ്പുകളും അവരുടെ കയ്യിലുണ്ട് എന്ന് ലോകം ആദ്യമായി മനസ്സിലാക്കിയത് അപ്പോഴാണ്. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ പലതരത്തിലുള്ള വിമാനങ്ങളെയും അയച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ വിമാനങ്ങളോ മിസൈൽസോ അയച്ചതിനെ എല്ലാറ്റിനെയും പ്രതിരോധിച്ചു. ഇതൊക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇന്ത്യ ഒന്നിനും കൊള്ളില്ല. അവർക്ക് മോഡേൺ ടെക്നോളജി ഒന്നുമില്ല യുദ്ധത്തിന് കയ്യിൽ, അതൊന്നും ഇല്ലാത്തതാണ്. സോ നോബഡി മൈൻഡഡ് ഇന്ത്യ. അത് കഴിഞ്ഞപ്പോൾ എന്തായി? അവർ വിചാരിച്ച നിലയിലൊന്നുമല്ല. ഏകദേശം 11 വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ്റെ ആക്രമിച്ച് നിർവീര്യമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പാകിസ്ഥാൻ എന്തു ചെയ്യും? അവർ അങ്ങോട്ട് വിളിച്ചു, അവിടെ പോയി ഇവിടെ പോയി എന്തൊക്കെയോ ചെയ്തു. ഞങ്ങളൊരൊറ്റ ആളോടും സംസാരിക്കില്ല. ഞങ്ങളുടെ DGMO ഉണ്ട്, സൈന്യത്തലവനായിട്ടൊരാളെ വെച്ചിട്ടുണ്ട്. അവർ 2 ആളും കൂടി ഹോട്ട് ലൈനിൽ സംസാരിച്ചോളൂ, ഞങ്ങളോട് മിണ്ടണ്ടാന്നായി. അവസാനം പാകിസ്ഥാൻ 3:30 മണിക്ക് വിളിച്ചു. 1 മണിക്ക് വിളിച്ചപ്പോൾ നമ്മുടെ ആൾക്ക് മറുപടി പറയാൻ പറ്റിയില്ല. 3:35 എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നിർത്താൻ സമ്മതിച്ചു. ഇപ്പോൾ ചിലർക്കൊരു അഭിപ്രായമുണ്ട് ഒന്നും കൂടി പ്രഹരിച്ചിട്ട് നിർത്താമായിരുന്നില്ലെന്ന്. അവിടെയാണ് ഭൂമാനന്ദ സ്വാമിക്ക് പറയാനുള്ളത്, നമ്മൾ ആവശ്യപ്പെടുന്നില്ല, അവരും മനുഷ്യരാണ്. നമ്മൾ കൊല്ലാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മളെ കൊല്ലാൻ വന്നാൽ പ്രതിക്കൊല നടത്താൻ നമുക്ക് സാധിക്കും. ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു പ്രൊവിഷനുണ്ട്. ആ പ്രൊവിഷനിൽ പറയാണ് നമ്മളെ ആക്രമിക്കാൻ വന്നവരെ പ്രത്യാക്രമണം നടത്തുന്നതിൻ്റെ ഭാഗമായി എതിരാളിയെ കൊന്നാൽ പോലും അത് ക്രിമിനൽ കുറ്റമല്ല എന്ന്. നമ്മുടെ ദേശത്തിനെ ആക്രമിച്ച് അതിന് പ്രത്യാക്രമണം ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ വധിക്കപ്പെട്ടാൽ അതിലെന്താ തെറ്റുള്ളത്? നിങ്ങൾ തന്നെ പറയൂ. ഇത് കഴിഞ്ഞിട്ടും POKയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്, ഡ്രോൺസിനെ അയച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടരെ എന്ത് ചെയ്യും? എന്നേക്കുമായി അവിടെയുള്ള ജനങ്ങളെ ഹിംസിക്കുന്നത്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സേനാ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടുള്ളൂ, സിവിലിയൻസിൻ്റെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന്. നടന്നതിപ്പോൾ എന്താ?
എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്താ എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ നിന്ന് വലിയൊരു വിമാനം ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനായി ഇസ്ലാമാബാദിലേക്ക് വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള എന്താ പറ്റിയത്, ബോറോൺ എന്ന് പറഞ്ഞത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടെന്ന്. ഇത് രണ്ടും വാസ്തവമാണെങ്കിൽ സ്ഥിതി എവിടെ പോയി? എത്ര തവണയാണ് നമ്മുടെ അടുത്ത പ്രധാനമന്ത്രി, നൈബറിന് അയൽവക്കാരൻ പ്രധാനമന്ത്രി പറഞ്ഞത്, പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് മുഴുവൻ ഇന്ത്യയെ ആക്രമിക്കാൻ മാത്രമാണെന്ന് വരെ അദ്ദേഹം ഒന്നിലധികം തവണ പറഞ്ഞുല്ലോ. ഇതൊക്കെ കേട്ടിട്ടും നമ്മൾക്ക് ഈ കുലുക്കുണ്ടാവരുത്. മരുന്ന് പോലെ ആവണം നമ്മുടെ പ്രതിരോധം. ഒരു രാജ്യത്തിന് മുഴുവൻ നശിപ്പിക്കേണ്ട ആവശ്യം എന്താ നമുക്ക് നമ്മുടെ പാകിസ്ഥാൻ ജനങ്ങളോട് യാതൊരു വെറുപ്പുമില്ല. അത് ഭരിക്കുന്ന ഭരണകൂടമാണ് ഇതെന്തും ചെയ്യുന്നത്. ആ ഭരണകൂടത്തിന് നമ്മൾ എതിർക്കണു എന്നല്ലാതെ അവരോട്, ജനങ്ങളോട് നമുക്ക് എന്താ എതിർപ്പ്? എൻ്റെ അഭിപ്രായത്തിൽ ബൗണ്ടറി പോലും നമുക്ക് പാടില്ല. ഒരേ കറൻസി ഇവിടെ വരണം എന്നാണ് ഞാൻ പറയുക. ഒറ്റ കറൻസി, ബൗണ്ടറിയും വേണ്ട. അങ്ങനെ കഴിഞ്ഞു കൂടണം നമ്മൾ. സാധിക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? തന്നെ അതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ പുറപ്പെട്ടാൽ ആത്മാനം സതതം രക്ഷ എന്നാണ്. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, വി ഹാവ് ദ കൾച്ചറൽ എലിഗൻസ്, ദ കൾച്ചറൽ ഡിസിപ്ലിൻ ആൻഡ് ദ കൾച്ചറൽ ഇൻറ്റഗ്രിറ്റി not to fight and continue the fight. We will only resist and retaliate. കൃഷ്ണൻ എത്ര നിർബന്ധിച്ചിരുന്നു? that the first step taken by us, it should not be taken by us, it should be taken by Pakistan, by the enemy. No, Pakistan allalo. Krishna was saying, Yudhishthira, the first step for war we should not take. Our role will be one of defense, not offense. അതാണ് നമ്മുടെ അക്രഡിറ്റഡ് പ്രിൻസിപ്പിളാണത്. അതുപ്രകാരം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ട് കുറേ കൂടി നശിപ്പിച്ചിട്ടാകാമായിരുന്നില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പല്ല. അതൊന്നും നമ്മുടെ തറവാടിത്വത്തിനോ നമ്മുടെ കൾച്ചറൽ പേട്രിയോട്ടിസത്തിനോ ചേർന്നതല്ല. We are a great people. We are good. We are noble. We are tolerant. We are patient. We are austere. We are disciplined. We are virtue bound. To defend virtue, we shall do everything, but not with personal hatred or even national hatred. എനിക്ക് തോന്നുന്നു, we will be supported by providence only when we conform to these principles and virtues and restraint. I think India has done well. I wish our country to be sufficiently intelligent and have integrity and also great sense in everything that they do. I think the people should get together and encourage the army first, our administration next, and again the people still further. This is what we should do. Our unity is our strength. Our unity is the insurmountable power that we have. How many youths are there in our country? What do you think of India? We have the maximum population as a country in the whole world. And India has already become the 4th economic power. Perhaps in the next 2 or 3 years, if no adverse factors take place, I think we are going to be the 3rd economic power. So when India proved our Brahmo works, our Akash works, I think the entire world started shuddering. And perhaps the American president lost his sleep. And then the vice president spoke, X spoke, Y spoke, etc. Many things happen. Yes, it will happen. We should be very careful. ശക്തിയിലാണ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 7 ലക്ഷം കോടിയാണ് ഡിഫൻസിന് ചിലവാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം. 7 ലക്ഷം കോടി ഉറുപ്പിക. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇങ്ങനെ പലതും ചെയ്ത് ഒരു ദിവസത്തെ പെട്ടെന്നുണ്ടായതല്ല. ഇറ്റ് ഈസ് ദ ക്യുമുലേറ്റീവ് ഔട്ട്കം, ദ റിസൾട്ടൻ്റ് ഔട്ട്കം ഓഫ് എ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ഇൻസൈറ്റ്, എൻഡവർ, കെയർ, കോഷൻ, റിസർച്ച്.
നമ്മുടെ റിസർച്ച് സെൻറ്റേഴ്സിൽ ഉണ്ടാക്കിയതാണ് ബ്രാഹ്മോ മിസൈൽ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ പോയി ബോംബ് ചെയ്തിരിക്കുന്നത്. So this is a very, very critical moment or critical time in the history of India, and I think all of us should stand united, but never say we should have attacked more. Why should we attack? We should remain powerful, insurmountable, but we need not use the weapon, except when somebody uses against us. Why should we use? Power is to be not to be used, but only to be shown. It should not be used unnecessarily. Maximum restraint ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഓക്കെ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.